എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ, സമാധാനമായിട്ടിരിക്കുക. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഡിവൈൻ വിചാരിച്ചാൽ 5 മിനിറ്റിൽ മാറ്റി മറിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആ വിശ്വാസം എന്നും എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ പല റീഡിങ്ങിലും നമ്മൾ കാണാറുണ്ട് നിങ്ങളുടെ മിററിങ് ഇമോഷൻസ് ആണ് എന്നല്ലേ. അവിടെ എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് നിങ്ങൾക്കും തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് അവർക്കും ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ആ മിറർ ചെയ്യുന്ന ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. സ്നേഹം തന്നെയാണോ ഈ മിറർ ചെയ്യുന്നത്? എന്താണ് ആ മിററിങ് ഇമോഷൻസ് എന്ന് നോക്കിയാലോ. നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, അതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എക്സാക്ട് സിറ്റുവേഷനൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അതുപോലെ ഒരു ക്ഷമാപണം, എനിക്കിന്ന് ലൈവ് വരാൻ സാധിച്ചില്ല. ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നാളെ 11 മണിക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സമയം 11 മണി തന്നെ, രാവിലെ 11 മണിക്ക്. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് ലൈവാണേ, എല്ലാവരും വന്നോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായിട്ട് ഇവരുടെ ഇമോഷൻസ് മിറർ ചെയ്യുന്നു എന്ന് കാണാറുണ്ട്. ആ മിററിങ് ഇമോഷൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ പരസ്പരം മിറർ ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ? എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇമോഷൻസ് മിറർ ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു തരൂ. എന്തൊക്കെ കാര്യങ്ങളിലാണ് എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണും തമ്മിലുള്ള ഇമോഷൻസ് മിററിങ് ആയിട്ട് വരുന്നത് എന്നൊന്ന് പറഞ്ഞു തരും. Page of Wands. Okay. Page of Cups. High Priestess. അത് ശരി. King of Wands. The Star. Empress. Four of Pentacles. So sweet. Queen of Pentacles. Nine of Cups. Lovers, of course. Three of Cups. Two of Cups. ഉറപ്പായിട്ടും. King of Cups. പേജ് ഓഫ് വോൺസ് ആൻഡ് പേജ് ഓഫ് കപ്സ്. പേജ് ഓഫ് വോൺസ് വെച്ചിട്ട് രണ്ടുപേരും തന്നെ പരസ്പരം ഓൺലൈൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഫോളോ ചെയ്യാറുണ്ട് എന്ന് കാണുന്നു. അതൊരു സ്റ്റോക്കിംഗ് എന്ന് ഞാൻ പറയില്ല. രണ്ടുപേരും തന്നെ അവരവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് നോക്കുകയാണ്. അവർക്ക് സുഖമാണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചും. ഓക്കെ, അത്ര തന്നെ. നിങ്ങളുടെ സേഫ്റ്റി, വെൽബീങ് ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി അവർ നോക്കുന്നു, അത്രേ ഉള്ളൂ. പേജ് ഓഫ് കപ്സ് വെച്ച് രണ്ടുപേരും തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നും കാണുന്നു കേട്ടോ. ഹൈ പ്രിസ്റ്റസ് വെച്ചിട്ട് രണ്ടുപേരും തന്നെ വളരെ ഇൻറ്റ്യൂഷൻസ് ഉള്ള വ്യക്തികളാണ് എന്ന് കാണുന്നു. വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികളാണ് രണ്ടുപേരും. ദൈവവിശ്വാസം അങ്ങനെയൊക്കെ വളരെയധികം കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടുപേരും തന്നെ. അവരവരുടെ അമ്മമാരോട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, അതേപോലെ ജ്യോതിഷത്തിലൊക്കെ വളരെയധികം വിശ്വസിക്കുന്ന വ്യക്തികളാണ് രണ്ടുപേരും. പിന്നെ വേറെന്താണ്, പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആൾക്കാരും ആയിരിക്കാം. രണ്ടുപേരും തന്നെ കുറച്ച് ഇമോഷണലായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നും കാണുന്നു കേട്ടോ. രണ്ടുപേരും തന്നെ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ്
ഈ റീഡിങ്സ് ഒക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരിക്കും, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, അവരും ഈ ടാരോയിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് വാൺസ് വെച്ച് രണ്ടുപേരും തന്നെ പരസ്പരം ബഹുമാനിക്കുകയും വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുകയും വളരെയധികം സ്നേഹിക്കുകയും വളരെയധികം പരസ്പരം അട്രാക്ഷൻ ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതും മ്യൂച്വൽ ആണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം എന്ന് വെച്ചാൽ ലോകത്തിലേക്ക് നിങ്ങൾക്ക് പകരം വെക്കാനായിട്ട് അവർക്ക് ആരും ഇല്ല എന്ന് വെച്ചാൽ നിങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ സുന്ദരി. ഓക്കെ, അങ്ങനെയാണ് അവർ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആവാൻ ഈ ലോകത്ത് വേറെ ആരും ഇല്ല എന്ന് തന്നെ അവർ കരുതുന്നുണ്ട് കേട്ടോ. അവരും നിങ്ങളും രണ്ടുപേരും പരസ്പരം കരുതുന്നുണ്ട്. അത് മിററിങ് ആണ്, റെസ്പെക്റ്റ് ആണ് അവിടെ മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, രണ്ടുപേരും തന്നെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, പിന്നെ സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ പരസ്പരം ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് തന്നെ കരുതുന്നു. പരസ്പരം നിങ്ങൾ ലക്കി ആയിട്ട് കരുതുന്നു കേട്ടോ. നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും നേടാൻ സാധിക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തന്നെ കരുതുന്നു കേട്ടോ. രണ്ടുപേരും വളരെ ഹൈ ലെവലിലാണ് അവരവരുടെ പേഴ്സണെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ അവരെയും അവർ നിങ്ങളെയും. ഓക്കെ, അതായത് ഒന്നിച്ച് നിൽക്കുമ്പോഴേ ജീവിതത്തിൽ വെളിച്ചം വരുന്നുള്ളൂ എന്നുള്ളൊരു ചിന്ത. എംപ്രസ് വെച്ചിട്ട് കരുതലാണ്. നിങ്ങളെക്കുറിച്ച് അവർക്കും അവരെക്കുറിച്ച് നിങ്ങൾക്കും വളരെയധികം കരുതലോടെയും ശ്രദ്ധയോടെയും അതേപോലെ സ്നേഹത്തോടെയും പ്രൊട്ടക്ഷൻ, സ്നേഹം, അട്രാക്ഷൻ, ലവ്, ഇതെല്ലാം കൂടി തികഞ്ഞതാണ് എംപ്രസ്. ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് പരസ്പരം തോന്നാറുള്ളത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കണം, ഒരമ്മ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യും പോലെ പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്നും ഒരുമിച്ച് വേണം, എന്നും ഈ മുഖം കണ്ടുകൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് രണ്ടുപേർക്കും തന്നെ തോന്നുന്നത്. 4 ഓഫ് പെന്റക്കിൾസ് വെച്ച് രണ്ടുപേരും പൊസസീവുമാണ്, പരസ്പരം പൊസസീവായിട്ടും കാണുന്നു. ഓക്കെ, വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല, തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഉടനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ കുറ്റം പറഞ്ഞ് പറയുമായിരിക്കും, പക്ഷെ മറ്റൊരാൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇവരെയോ അവരുടെ ഫ്രണ്ടിൽ വെച്ച് നിങ്ങളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ പൊസസീവ്നെസ് നല്ലപോലെ ഉണ്ട്. നിങ്ങൾ വേറൊരാളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ഇടുന്നതോ അവരുടെ അടുത്ത് കുറച്ച് കൂടുതൽ സംസാരിക്കുന്നതോ 2 ദിവസം ഒരുമിച്ച് പോകുന്നതോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ജലസായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ച് രണ്ടുപേരും തന്നെ അവരുടെ ജോലിയെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇച്ചിരി വർക്കഹോളിക് ആണെന്ന് തന്നെ പറയാം. രണ്ടുപേരും ഒരുപാട് ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. ജോലിയിൽ 100 അല്ല 200% ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർ നിങ്ങൾക്ക് വളരെയധികം റെസ്പെക്റ്റ് തരാറുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ പ്രാഗൽഭ്യമുള്ളവരാണ് രണ്ടുപേരും തന്നെ. ഓക്കെ, ആവശ്യത്തിന് പൈസ സമ്പാദിക്കുന്നുമുണ്ട്. രണ്ടുപേരും തന്നെ സേവിങ്സിലും അതേപോലെ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നു. കാരണം ഭാവിയിലേക്ക് കരുതി വെക്കണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ഉള്ളതായിട്ട് കാണുന്നു അല്ലേ. പിന്നെ കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യാത്ത വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഓവർ എക്സ്പ്രസീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കാൻ അറിയുണ്ടാവില്ല. നിങ്ങൾക്ക് പരസ്പരം അറിയാം, ആ ഫീലിംഗ് ഉണ്ട്, ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ. പക്ഷെ കുറേ പേര് ഭയങ്കര എക്സ്പ്രസീവായിട്ട് അത് കാണിക്കും അല്ലേ. അവരുടെ സ്നേഹം അവർക്ക് തുറന്ന് പ്രകടിപ്പിക്കാൻ മടിയില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും തന്നെ ഒന്ന് ഒതുങ്ങി സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ഓപ്പണായിട്ട് ഇങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും നിങ്ങൾക്ക് രണ്ടാൾക്കും തന്നെ അറിയില്ല. പക്ഷെ രണ്ടുപേർക്കും മനസ്സിലാവും. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്, നിങ്ങൾ കണ്ണുകളിൽ കൂടി സംസാരിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷെ മൂന്നാമതൊരാളെ നോക്കിയാൽ കൺഫ്യൂഷൻ ആവും എന്നുള്ള ഒരു രീതിയാണ്. ഓക്കെ, അങ്ങനെ ഒരു ലവ് സ്റ്റോറിയാണ് നിങ്ങളുടെ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് പരസ്പരം ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കരുതുന്നു. രണ്ടുപേരുടെയും ജീവിതത്തിൽ അങ്ങനെ പറയത്തക്ക ഭയങ്കരമായിട്ടുള്ള ഒരു ഇംബാലൻസ് ഒന്നും ഇല്ല. എല്ലാം സമാധാനമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു കുറവ് അവർക്കും അവരുടെ ഒരു കുറവ് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നു കേട്ടോ. അവരും കൂടി വന്നാലേ നിങ്ങളും കൂടി വന്നാലേ ആ ലൈഫ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആണ് പരസ്പരം ഉള്ളത്. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് സ്നേഹമാണ്, സ്നേഹം, അട്രാക്ഷൻ എല്ലാം തന്നെ. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് രണ്ടുപേർക്കും.
അങ്ങനെ തന്നെയാണ് ഏറ്റവും എന്ന് വെച്ചാൽ തൊട്ട് മുകളിൽ എംപ്രസും അപ്പുറത്ത് 9 ഓഫ് കപ്സും അപ്പുറത്ത് സ്റ്റാറും ഒക്കെയാണ്. അപ്പോൾ ഏത് ലെവൽ ഓഫ് സ്നേഹമാണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ഒരു ലെവലിലാണ് പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നത് കേട്ടോ. 3 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം വളരെ അടുത്തൊരു സൗഹൃദം സൂക്ഷിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങൾ രണ്ടുപേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റീസ് എന്നൊക്കെ പറയില്ലേ. നിങ്ങൾക്ക് ഇവരോടും അവർക്ക് നിങ്ങളോടും പറയാൻ പാടില്ലാത്തതായിട്ട് മറച്ചു വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം ഓപ്പണായിട്ട് പറയാറുണ്ടായിരിക്കും കേട്ടോ. അത് തെറ്റ് നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ വഴക്കിട്ട് കഴിയുമ്പോൾ സ്നേഹിക്കും, വീണ്ടും അങ്ങനെ ഒരു റിലേഷനാണ്. ഫ്രണ്ട്ഷിപ്പും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് നിങ്ങളുടെ. 2 ഓഫ് കപ്സ് വെച്ചാൽ നിങ്ങൾക്ക് എന്നും പരസ്പരം കാണണം. മ്യൂച്വൽ ലവ് തന്നെയാണ് അവിടെ 2 ഓഫ് കപ്സിൽ നമുക്ക് കാണുന്നത്. ഓക്കെ, വളരെയധികം സ്നേഹം, എപ്പോഴും കാണണം, ഒന്നിച്ച് വരണം, സംസാരിക്കണം എന്നെല്ലാം നിങ്ങൾക്ക് തമ്മിൽ കാണാതിരിക്കുമ്പോഴെല്ലാം നിങ്ങൾ റിയൂണിയനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഓക്കെ, ഇനി എപ്പോൾ കാണാം, ഇന്ന് കണ്ടുപോയി ഇനി എപ്പോൾ കാണാം എന്നുള്ള ചിന്ത തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിൽ വീണ്ടും വരുന്നത്. തിരിച്ചും അങ്ങനെ തന്നെ കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരാം. ബ്യൂട്ടിഫുൾ അല്ലേ? ബ്യൂട്ടിഫുൾ ഫീലിങ്സ്. ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. ആ ലോങ് ഡിസ്റ്റൻസ് രണ്ടുപേരെയും തന്നെ വല്ലാതെ ബോധർ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും. പതിവായി വന്ന് കാണാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക. സേ ഫോർ എക്സാമ്പിൾ 2 ദിവസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, അങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന് കണ്ടുപോയി അടുത്ത വരവിനായി വെയിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ രണ്ടുപേരും തന്നെ പരസ്പരം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതി തന്നെയാണ് അവിടെ. രണ്ടുപേരും തന്നെ പരസ്പരം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തുടർച്ചയായിട്ട് ചിന്തകളാണ്. ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ കിട്ടിയാൽ എന്താണ് പരസ്പരം ഉള്ള ചിന്തകളാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും തന്നെ ഈ പറഞ്ഞ പോലെ ജോലി വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം കഴിയുന്നതും ബിസി ആയിരിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. കാരണം മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും തന്നെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ബിസി ആയിരിക്കാനും ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഒരു 5 മിനിറ്റ് വെറുതെ ഇരുന്നാൽ എന്ത് പറ്റും? വീണ്ടും മനസ്സിലേക്ക് അവരുടെ മുഖം കടന്നു വരുന്ന ഒരു സിറ്റുവേഷനാണ് രണ്ടുപേർക്കും തന്നെ. ഓക്കെ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ രണ്ടുപേരും അവരവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നതായിട്ട് കാണുന്നു കേട്ടോ. 10 ഓഫ് കപ്സ്, രണ്ടുപേരും തന്നെ അവരവരുടെ ഫാമിലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ഫാമിലി എന്ന് പറയുമ്പോൾ പാരൻസ് ആവാം, മറ്റ് അഥവാ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ സ്പൗസ്, കുട്ടികൾ, അങ്ങനെയും ആവാം കേട്ടോ. നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് മാത്രം ഉള്ളതാണ് ഈ എനർജി. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയുക, റിലേഷനിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആ ഫാമിലി റെസ്പോൺസിബിലിറ്റി വിട്ടിട്ട് വേറെ അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾ രണ്ടും തന്നെ പാരലലായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. 6 ഓഫ് പെൻഡക്കിൾസ്, രണ്ടുപേരും തന്നെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ വളരെയധികം ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 6 ഓഫ് കപ്സ് തമ്മിൽ കാണാതിരിക്കുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ വളരെയധികം നൊസ്റ്റാൾജിക്കായിട്ട് പരസ്പരം ആലോചിക്കുന്നു എന്നും കാണുന്നുണ്ട്. രണ്ടുപേരും തന്നെ എന്ത് ബാഡ് ലക്ക് സിറ്റുവേഷൻ ഇപ്പം ഉണ്ടെങ്കിലും അതെല്ലാം മാറി സമയം തെളിഞ്ഞ ഒരു നല്ല കാലം വരും എന്ന് തന്നെ ചിന്തിക്കുന്നു. രണ്ടുപേരും തന്നെ രാത്രി ഉറക്കം കുറവാണ് എന്ന് കാണുന്നു കേട്ടോ. ഇരുന്ന് ആലോചന തന്നെയാണ്. ഉറക്കം വളരെ കുറവായിട്ട് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിട്ടാണ് കാണുന്നത്. ഉറങ്ങാൻ സാധിക്കാറില്ല. സ്ട്രെസ് എടുത്ത് ഉറങ്ങാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, 2 കാർഡ് കൂടി എടുക്കാം. ഒന്ന് ഷഫിൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. വേറെ എന്ത് ഫീലിങ്സാണ്
എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണെ മിറർ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. ഡെത്ത്, തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് എന്ത് തടസ്സങ്ങളായാലും എന്ത് സിറ്റുവേഷൻസ് ആയാലും അതെല്ലാം മറികടന്ന് ഒരു എന്താ പറയുക, ഒരു ന്യൂ ബിഗിന്നിങ്ങിലേക്ക് നിങ്ങൾ എത്തണം എന്ന് രണ്ടുപേരും തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റിസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പൂർണ്ണമായും ജസ്റ്റിസ് സെർവ് ചെയ്യണം, ഒരു ബാലൻസിൽ എത്തണം, രണ്ടുപേരും തന്നെ ഒരു ഈക്വൽ ഷെയർ, ഇമോഷണൽ ഷെയറിങ് ചെയ്യണം, ഒരു ഈക്വൽ ബാലൻസിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തണം എന്നൊക്കെ തന്നെ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് രണ്ടുപേരുടെ ആഗ്രഹം. അവിടെ ഒന്ന് ചതിച്ചിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല കേട്ടോ. രണ്ടുപേരും തന്നെ നല്ല ഫീലിങ്സ് പരസ്പരം കീപ്പ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ. ഓക്കെ, ബ്യൂട്ടിഫുൾ ഫീലിങ്സ് ആയിരുന്നു രണ്ടുപേരും മിറർ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് നിങ്ങൾക്കായിട്ട് ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മെസ്സേജസ് കൂടി എടുക്കണോ? ഹാൻഡ് റിട്ടൺ മെസ്സേജസ് നോക്കാം. ഇത്ര ബ്യൂട്ടിഫുൾ ഫീലിങ്സ് വന്നതല്ലേ, കുറച്ച് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് എടുത്തു തരാം കേട്ടോ. ഓക്കെ, ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഞാൻ ബൗളിലുള്ളത് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. കാരണം മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമാണ്, അതുകൊണ്ട് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തിട്ടു. ഇത്രയും പോരെ? നോക്കട്ടെ. കം ബാക്ക് ടു മീ പ്ലീസ്. നിങ്ങളവരെ വിട്ടു നിൽക്കുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരൂ എന്ന് പറയുകയാണ് കേട്ടോ. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് യു. അവർ ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഐ വോണ്ട് ടു ബി വിത്ത് യു. നിങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി എന്ന് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. ഐ ജസ്റ്റ് കാൺ ലവ് എനി വൺ എനിമോർ. നിങ്ങളല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവർക്ക് കഴിയില്ല. ഡു യു ലവ് മീ. നിങ്ങൾക്കും അവരോട് സ്നേഹമല്ലേ? യു ഇല്ലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്. സ്റ്റാറിൻ്റെ എനർജിയാണ് കേട്ടോ. ചെയിൻ ബൈ മൈ ഓൺ ഡൗട്ട്സ്. അവരുടെ സംശയങ്ങൾ, കൺഫ്യൂഷൻസ് തീരുന്നില്ല. ഐ എം വാച്ചിങ് യു ഫ്രം അഫാർ. ദൂരെ നിന്നും നിങ്ങളെ നോക്കുന്നുണ്ട്, അതായത് ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നർത്ഥം. ലവ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ. അവരെ വിട്ടുകളയല്ലേ. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. അവരോട് ദേഷ്യം തോന്നല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ലിയോ, ചിങ്ങരാശി. ഐ വിഷ് തിങ്സ് വുഡ് ബി ഡിഫറെൻറ്റ്. സിറ്റുവേഷൻസ് വേറെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യു ആർ ദ വൺ ഫോർ മീ. എന്തായാലും നിങ്ങളാണ് അവർക്കുള്ള വ്യക്തി എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. നമ്പേഴ്സ് 5, 14, 23. ഐ റിഗ്രറ്റ് മൈ ആക്ഷൻസ്. അവരുടെ ആക്ഷൻസിനെ പറ്റി അവർക്ക് വിഷമമുണ്ട്. ഐ വിൽ വെയിറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങൾ അവരെ ഒരിക്കലും മറക്കില്ല. നമ്പേഴ്സ് 3, 21, 12, 30. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഐ വിൽ ഓൾവേസ് ലവ് യു. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളെ അവരെ എന്നും സ്നേഹിക്കും. യു ആർ എൻ ഏഞ്ചൽ. നിങ്ങളൊരു മാലാഖയാണ് എന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. നെവർ ഗിവിങ് അപ്പ് ഓൺ യു. ഇത് എന്നും വരും, എന്നും എത്ര കാർഡ്സ് എടുക്കുമ്പോഴും ഇത് വരും. ജെമിനായി, മിഥുന രാശി. ലവ് യുവർ സ്മൈൽ, കീപ് സ്മൈലിംഗ്. നിങ്ങളുടെ ചിരി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ചിരിക്കൂ എന്ന് പറയുകയാണ് കേട്ടോ. ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ ആണെന്ന് അവർക്ക് തോന്നാറുണ്ട്. റീയൂണിയൻ. ഞാൻ എന്താ പറഞ്ഞ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ റീയൂണിയൻ ഉണ്ടെന്ന്. യു ആൻഡ് മീ ബാലൻസ്ഡ്, കണക്റ്റഡ് ഇൻ ഹാർമണി. ടെമ്പറൻസിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ഐ ഹാവ് ലോസ്റ്റ് മൈ പീസ് ഓഫ് മൈൻഡ്. അതുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്. പീസ് ഓഫ് മൈൻഡ് ഇല്ല, അതുകൊണ്ടാണ് രാത്രി ഉറക്കമില്ലാത്തത്. യുവർ വോയിസ് ആസ് മാജിക് ഇൻ ഇറ്റ്, ഐ ലവ് ടു ഹിയർ യു. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു.
നോട്ട് ഏബിൾ ടു മൂവ് ഓൺ, അവർക്ക് മൂവ് ഓൺ ചെയ്ത് പോകാനൊന്നും സാധിക്കില്ല. ഐ മിസ് യു, ഇത് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഷോർട്സിൽ. തേർഡ് പാർട്ടി നോസ്, പലരുടെയും തേർഡ് പാർട്ടിക്ക് അറിയാം എന്ന് പറയാണ്. ഐ റെസ്പെക്ട് യു ഇമ്മൻസ്ലി, പരസ്പരം റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാപ്രിക്കോൺ, മകരരാശി. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ, അവരില്ലാതെ നിങ്ങൾക്ക് ഹാപ്പി ആണോ? ഐ ഫർഗെറ്റ് മൈസെൽഫ് വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവർ സ്വയം മറന്നു പോവാറുണ്ട് എന്ന്. ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്, അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് പറയുകയാണേ. ഐ എം ബോതേർഡ് അബൌട്ട് മൈ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് അവർക്ക് ബോധറേഷൻ ഉണ്ടെന്ന് പറയുന്നു. മാരി മീ, ബോധറേഷൻ ഉണ്ടെങ്കിലും മാരി മീ അല്ലേ. മാനിഫെസ്റ്റിംഗ്, നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാണ് കേട്ടോ. ടെൽ മീ യു ആർ മൈൻ, നിങ്ങൾ അവരുടെ ആണെന്ന് പറയൂ. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്, ഇത് സ്പെസിഫിക് മെസ്സേജ് ആണേ. മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നവർ മൂവ് ഓൺ ചെയ്യുക. പക്ഷെ അത് നിങ്ങളുടെ ആർക്കോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണത്. സാജിറ്റേറിയസ്, ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. വിർഗോ. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ റെസനേറ്റ് ആയോ അത് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയൂ. കമൻസ് നിറയെ കമൻസ് ഇടൂ കേട്ടോ. നിറയെ കമൻസും ലൈക്കും ഒക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങളുടെ ലൈക്കിൻ്റെയും ഹൈപ്പിൻ്റെ ഒക്കെ ഇതനുസരിച്ചാണ് നമുക്ക് വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പം പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ വേറെ എന്താണ്, പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ഓക്കെ, വേറെ വിശേഷിച്ചൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. നാളെ 11 മണിക്ക് ലൈവ് ജോയിൻ ചെയ്തോളൂ എല്ലാവരും. ഓക്കെ, അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.